ഹലോ മൈ ഡിയേഴ്സ്, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രീമിയം നട്ടി ബബിൾ കേക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ നട്ടി ബബിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഫില്ലിങ്ങിൽ നട്ട്സും ചോക്ലേറ്റും ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. നമ്മള് ബദാം, ആൽമണ്ട്, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ്, പിന്നെ ചോക്ലേറ്റ്സ് ഇതെല്ലാം കൂടെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നല്ല ബൂസ്റ്റിന്റെ ഒരു ഫ്ലേവറും മിൽക്ക് മെയ്ഡിന്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ ആയിട്ട് വരുന്ന ഒരു കേക്കാണ് നമ്മുടെ നട്ടി ബബിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നട്ടി ബബിൾ കേക്ക് ചെയ്യാം. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് കാണിക്കാണ്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ വാനില സ്പഞ്ച് കേട്ടോ, വാനിലയുടെ സ്പഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 kg ആണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടത് നട്ട്സ്, ചോക്ലേറ്റ് കേട്ടോ. ഇതിലിപ്പോ ഞാൻ 1/2 കിലോക്കുള്ളതായതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ബദാം, പിന്നെ 2 ടേബിൾ സ്പൂണ് ഡാർക്ക് ചോക്ലേറ്റ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് വൈറ്റ് ചോക്ലേറ്റ് കേട്ടോ, വൈറ്റ് കോമ്പൗണ്ട്, പിന്നെ ഒരു 8 ചെറി അരിഞ്ഞെടുത്തത്. ഇത്രയും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പും ബദാമും വറുത്തിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ബദാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കടിക്കാൻ കിട്ടുന്ന തരത്തിൽ നമ്മൾ ചോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതേപോലെ വൈറ്റ് കോമ്പൗണ്ടും കട്ട് ചെയ്തെടുക്കുക. ചെറീസും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കണം. അത് മിക്സ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് 1/2 കിലോക്കുള്ള മെഷർമെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് നമ്മൾ 1 kg നട്ടി ബബിൾ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഗ്രീഡിയന്റും 1/4 കപ്പ് വീതം എടുക്കുക. 1/4 കപ്പ് ബദാം, 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, 1/4 കപ്പ് അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ്, 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ എടുക്കാം. പിന്നെ ഒരു 10-12 ചെറീസ് കൊടുക്കുക കേട്ടോ. 1 kg ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ 1/2 kgക്കുള്ള മെഷർമെന്റ് ആണ്. പിന്നെ ആവശ്യമുള്ളത് 2 ബൂസ്റ്റിന്റെ ഇതാണ് കേട്ടോ. നമ്മള് 1/2 kgയുടെ ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്ന് ടേബിൾ സ്പൂൺ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതിൽ ഏകദേശം 2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് വരും. അപ്പൊ 1/2 കിലോക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. 4 ടേബിൾ സ്പൂൺ അല്ല, 5 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പൊ നമ്മൾ ഷുഗർ സിറപ്പിലും കുറച്ച് ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബൂസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചെറുതായിട്ട് ചൂടോട് കൂടെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് മിക്സ് ആവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ വെറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോർമൽ ക്രീം, പിന്നെ ആവശ്യമുള്ളത് മിൽക്ക് മെയ്ഡ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇത്രയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഫ്രോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം.